ഈ എരിശ്ശേരി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള എരിശ്ശേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. ഇത് മത്തങ്ങ നമ്മുടെ നാട്ടിലെ ഒറിജിനൽ മത്തങ്ങ അല്ല ഇത് ബട്ടർനട്ട് സ്ക്വാഷ് എന്ന് പറയും. എല്ലാവരും വൻപയർ വെച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ചെറുപയറിലാണ് ഉണ്ടാക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഓരോ ചേരുവകൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പയർ ഞാൻ കഴുകി വാരി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പയറിലൂടെ ആകുമ്പോൾ അത് കറക്റ്റ് വേവായിക്കോളും. കാരണം കുറച്ച് എന്തായാലും കുഴപ്പമില്ല, ഉടഞ്ഞാലും എരിശ്ശേരി പോലെ ആയതുകൊണ്ട്. ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിന് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ചേർക്കാൻ ആവശ്യമായ എന്തൊക്കെ സാധനം നോക്കാം. വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, സബോള, ചെറിയ ഉള്ളി ഉണ്ടാകുന്ന നല്ലതാണ്. സബോള ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാന് അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നമുക്കിനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സാധാരണ എരിശ്ശേരിക്കൊക്കെ തേങ്ങയും ജീരകവും ഒരു വെളുത്തുള്ളിയും ഒക്കെ വെച്ച് അരയ്ക്കാറുണ്ട്, മഞ്ഞൾ ചേർത്തിട്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാം. തേങ്ങ വറുത്ത് ഇട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വറുത്തതിൻ്റെ മാത്രം ഒരു ടേസ്റ്റ് ഉണ്ടാകും. അത് നല്ലതാണ്. തേങ്ങ അരച്ച് ചേർക്കുമ്പം ആ തേങ്ങയുടെ പച്ചത്തേങ്ങയും വറുത്തിട്ടതിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവും. ഞാനത് വറുത്ത് മാത്രമേ ഇടുന്നുള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ്. ആ വറുത്തതിൻ്റെ ഒരു സ്വാദ് പെട്ടെന്ന് അറിയാൻ പറ്റും, പച്ചത്തേങ്ങ അരച്ചതിലും കൂടുതലായിട്ട്. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തങ്ങയും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മത്തങ്ങ അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ഇച്ചിരി ഒന്ന് ഉടച്ച് ചേർക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് തണുപ്പായതുകൊണ്ട് ഉറഞ്ഞാണ് ഈ വെളിച്ചെണ്ണ. അങ്ങനെ രുചികരമായ മത്തങ്ങ എരിശ്ശേരി, പയർ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. Thank you for watching.